ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വൈകുന്നേരത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തേയില വെള്ളം മധുരമില്ലാത്തത് കുടിച്ചു കേട്ടോ. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മുടെ തേയില വെള്ളത്തിന് അത് മധുരമില്ലെന്ന് കേട്ടോ. അങ്ങനെ ദേ അച്ചായിക്കാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നിരാടം ഇടവിട്ടാണ് അച്ചായിയുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാറ് കേട്ടോ. അച്ചായിയുടെ തലയിലും ചെറുതായിട്ട് താരൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആയുർവേദത്തിലെ എണ്ണ തന്നെയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ആയുർവേദ ഷാമ്പൂവും കൂടെ ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാതെ മുടി ഇങ്ങനെ സെറ്റായി വരുന്നു. മറ്റേ നല്ല പൊഴിച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അച്ചായി കുളിക്കാനൊക്കെ ആയിട്ട് തോർത്ത് കൊടുത്തിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമുക്കിന്ന് അമ്മയുടെ കുഞ്ഞമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പോൾ അമ്മാമ്മയൊക്കെ ഒന്ന് കാണാനായിട്ട് നമുക്ക് ബെൻസീർ ഹോസ്പിറ്റലിലും പിന്നെ അമ്മയ്ക്ക് പല്ല് വയ്യായിരുന്നു, അങ്ങനെ നമുക്ക് ഡെന്റൽ ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നേ. അപ്പോൾ അതിനെല്ലാം പോയിട്ട് വന്ന് വണ്ടി ഇങ്ങനെ കിടക്കുമായിരുന്നേ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി കുളിക്കാറായപ്പോൾ ഞാൻ പറയുന്നതായാലും വണ്ടി നമ്മൾ സർവീസ് ചെയ്തിട്ടേക്കാം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും കാറിനകത്തേക്ക് പൊടി കയറി പിടിക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കുളിക്കാൻ വന്നിട്ട് നമുക്ക് കവർ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കവർ ഇട്ട് കേട്ടോ. ആദ്യം കവർ ഇട്ടപ്പോൾ തിരിഞ്ഞു പോയി, പിന്നെ രണ്ടാമത് ഒന്നുകൂടി ഇട്ടിട്ട് അത് സെറ്റ് ചെയ്തപ്പോഴത്തെ അച്ചായി കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നേരെ ഞാൻ നമ്മുടെ ബെഡ്റൂമിനകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമിനകത്ത് വന്ന് നമ്മളെ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞതിൻ്റെ ഇതാണ് കട്ടിൽ ബെഡ് അങ്ങനെ കിടന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഷീറ്റും കാര്യങ്ങളും എല്ലാം നേരെയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ഇട്ട് ഇനി അച്ചായിക്ക് പോകേണ്ട ഓരോ സാധനങ്ങൾ വീതം എടുത്തു വെക്കണേ. അപ്പോഴേ ഈ കമ്പിളിയായിരുന്നു ഇന്നലത്തെ നമ്മുടെ വ്ളോഗിനകത്ത് അച്ചായി കഴുകിയിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ കാണുന്ന കണക്കല്ല, വെള്ളത്തിനകത്തോട്ട് മുക്കി എൻ്റെ പൊന്നിയെ നമ്മുടെ ഒന്നും കൈകൊണ്ട് ഈ സാധനം പൊങ്ങത്തില്ല, അപാര ഒരു വെയിറ്റാണ് ഈ കമ്പിളിക്ക് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചായിക്ക് പോകണ്ട അച്ചായിയുടെ മേക്കപ്പ് സെറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷർട്ട് ഒരിടത്ത് അലമാരിയിൽ നിന്ന് എടുക്കും, പിന്നെ മുണ്ട് അത് ഇത് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ താരൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ മറ്റേ ഹെൽമെറ്റ് നമ്മൾ താരന് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പിന്നെയും ആ ഹെൽമെറ്റ് തന്നെ വെക്കുമ്പോഴത്തേക്ക് വീണ്ടും അത് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ടതാ ഈ തലയിലെടുത്ത് ഒരു സാധനം കൂടെ ഉള്ളപ്പം ഇപ്പം എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയും തലയിൽ അത് ഇട്ടിട്ട് ശേഷം മാത്രമേ ഹെൽമെറ്റ് വെക്കാവുള്ളൂ ഞാൻ പ്രത്യേകം പറഞ്ഞു വിടാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ അച്ചായി കൊച്ചൻ നേരെ റെഡി ആയിട്ടുണ്ട്, ഇനി പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായിട്ട് അമ്മയെടുത്ത് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുവാണ്. വൈകുന്നേരം നടക്കാൻ പോകണം, നടക്കാൻ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് ഇടി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അച്ചായിയെ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നേരെ നമ്മുടെ ഗേറ്റും ഒക്കെ അടച്ച് എൻ്റെ റോസാക്കുട്ടി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവളടുത്ത് ചെന്നില്ലെങ്കിൽ ഇവൾ ശരിക്കും എന്നെ മാടി വിളിക്കുന്ന പോലെയാണ്, നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു വയലറ്റ് കളറിലെ ചെമ്പരത്തിയാണ്. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു വണ്ടോ എന്തോ ഒരു സാധനമൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വന്നിൻ്റെ ഇലയെല്ലാം കടിച്ചു ചെയ്തുകൊണ്ട് പോകും, എന്തോ ചെയ്യാനാ. അങ്ങനെ നമ്മുടെ തെറ്റിക്കുട്ടനാണെങ്കിൽ പൂക്കളെല്ലാം ഇപ്പം വിരിഞ്ഞ് നിൽപ്പുണ്ടേ. അങ്ങനെ അമ്മ എടുത്ത് ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യും, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്യും, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ഞാൻ യോഗ ചെയ്യും, യോഗ ചെയ്തിട്ടൊരു 45 മിനിറ്റ് പിന്നെ നടക്കാറുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഈവനിങ് വർക്കൗട്ട് ചെയ്യും. ഈവനിങ് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ നടക്കാൻ പോകാറുണ്ട് കേട്ടോ. നമുക്ക് PCOD റിവേഴ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടെങ്കിൽ മാത്രമേ നമുക്ക് PCOD ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്തിരിക്കണം കേട്ടോ. ഒരു ഷുഗറിൻ്റെ സാധനങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ PCOD ഡയറ്റിൻ്റെ ഒരു ദിവസത്തെ എങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഡയറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, മാവിൻ്റെ ഇലയാണെങ്കിൽ മൊത്തം നമ്മൾ വെട്ടിക്കളഞ്ഞായിരുന്നല്ലോ. അങ്ങനെ പുതിയ ഇലകൾ തളിർത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റുള്ളത് കൊണ്ട് തന്നെ എല്ലാം കൊഴിഞ്ഞിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ ഇൻ്റർലോക്ക് എല്ലാം തൂത്ത് കഴിഞ്ഞ് ഈ ഇലയെല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടങ്ങ് തൂത്ത് അവിടെ ആ മൂലക്കിട്ടാണ് നമ്മൾ കത്തിക്കാറ് കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ തൂപ്പ് പരിപാടി. അപ്പോൾ എനിക്ക് ഈ ഒരു ഇൻ്റർലോക്കും മിറ്റമൊക്കെ ഞാൻ തന്നെ തൂത്താലേ എനിക്ക് ശരിയാകത്തുള്ളൂ കേട്ടോ. കാര്യം അമ്മയെ കൊണ്ട് അത്ര പാടാണ്, അമ്മയ്ക്ക് ഇത്രയും ക്ലീനായിട്ട് ചെയ്യാൻ പാടാണ്. അങ്ങനെ പിന്നെ അമ്മ ഈ നേരത്തിന് പെരയെല്ലാം കൂടെ തൂക്കാൻ മോളേന്ന് പറഞ്ഞ് പെര തൂക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പം ഇതെല്ലാം ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാനും പോകണ്ട. വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നിനും സമയമില്ല കേട്ടോ. അതുപോലെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ രാത്രിയിൽ അത്താഴം ഓട്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ക്യാരറ്റ്, കുക്കുംബർ അങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കട്ട് വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ രാത്രി കഴിക്കാറ് കേട്ടോ. അപ്പോഴത്തേക്ക് തലയിൽ ഇനി എണ്ണ തേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പിൽ പുറകുവശത്തെ സ്റ്റെപ്പാണിത്. ഇവിടെ വന്നിരുന്ന് പയ്യെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചൊക്കെ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എണ്ണ തേപ്പും എല്ലാം കഴിഞ്ഞ് എൻ്റെ വർക്കൗട്ടിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ വാൾ പുഷപ്പാണ് ചെയ്യുന്നത് കേട്ടോ. വാൾ പുഷപ്പ് ഇങ്ങനെ എല്ലാം ഒരു 15 വട്ടം വെച്ചിട്ട് 4 വട്ടം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഓരോന്ന് വിധം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ യോഗ മാറ്റിനാണെങ്കിൽ എത്രയാണ്, ഇത് 500 രൂപയാണ് കേട്ടോ. പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ജിമ്മിൽ പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അപ്പം നമുക്ക് ജിമ്മിൽ പോകണം. അതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് പയ്യെ പോകാം എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടില്ലേ. എനിക്കാണെങ്കിൽ PCOD എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ PCOD എനിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അന്നൊന്നും ഇത്ര PCOD എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനെ പറ്റി, അല്ലെ ഇപ്പോഴത്തെ PMOS എന്ന് പറഞ്ഞ അസുഖത്തിനെ പറ്റി ആൾക്കാർക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ നല്ല രീതിയിൽ സ്വീറ്റ്സ്, അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കേട്ടോ. നമുക്ക് അന്നൊന്നും പറഞ്ഞു തരാനും ആരുമില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയത്തതും ഇല്ലായിരുന്നേ. പിന്നെയാണ് നമുക്ക് ഇതിനെപ്പറ്റി, ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, കാര്യം എന്താണെന്നൊക്കെ മനസ്സിലായത്. അപ്പോഴത്തേക്കും ഞാൻ ഡയറ്റും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 3 വർഷമായിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ സിവിയർ PCOD കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര കൂടിയ PCOD ആയിരുന്നു. അവിടെ നിന്ന് ഞാനിങ്ങനെ കുറച്ച് വരികയാണ് കേട്ടോ. നമുക്ക് ഒരു കുട്ടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗവും എന്ത് കഷ്ടപ്പാടും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് അടിക്കുക. ഓക്കെ.